വേണ്ട, ഇപ്പൊ അങ്ങോട്ട് പോവണ്ട, അവിടെ മൊത്തം സീനാണ്, പ്രശ്നമാണ്, രക്ഷപ്പെടുക, പ്രശ്നങ്ങളുള്ള സ്ഥലമൊന്നും നമുക്ക് വേണ്ട, നമുക്ക് സന്തോഷം മാത്രം മതി. സന്തോഷം തേടിയുള്ള ഒരു യാത്ര, പക്ഷെ ഒരിക്കലും എത്തിച്ചേരാത്ത ഒരിടം. നമസ്കാരം, ഞാൻ ഡോക്ടർ ട്രേസി മോൾ മത്തായി, കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് ഫ്രം മൈൻഡ് ബ്യൂട്ടി, ലെറ്റ് അവർ മൈൻഡ് ഷൈൻ. എല്ലാവർക്കും സന്തോഷം മാത്രം മതി, സങ്കടം വേണ്ട, ദുഃഖം വേണ്ട, എല്ലാം പേടി, ടെൻഷൻ, ആകെ പ്രശ്നമാണ്. അത് ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ നല്ല വൈബുള്ള സന്തോഷമുള്ള സ്ഥലങ്ങൾ മാത്രം തേടി നമ്മൾ നടക്കുന്നു. പക്ഷെ ഈ സന്തോഷമുള്ള സ്ഥലം നമുക്ക് അങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുവോ? അങ്ങനെ മാത്രമായ ഒരു സ്ഥലമുണ്ടോ? അങ്ങനെ മാത്രമുള്ള ഒരു സ്ഥലം ഇല്ലെന്നുള്ളതാണ്. നമ്മുടെ എല്ലാ ഫീലിങ്സും ഒരുപോലെ എക്സ്പ്ലോർ ചെയ്യാൻ നമ്മൾ പഠിച്ചിരിക്കണം. ഇപ്പൊ അങ്ങനെ ഈ നമ്മുടെ ഉത്തരവാദിത്തം നമ്മൾ ഏറ്റെടുക്കണം, നമ്മുടെ ഫീലിങ്സിന്റെ റെസ്പോൺസിബിലിറ്റി നമ്മൾ തന്നെ ഏറ്റെടുക്കണം. മുമ്പൊക്കെ പാരന്റിങ് ചെയ്യുമ്പോൾ വ്യാപകമായി കണ്ടുവന്നിരുന്ന ഒരു മിസ്റ്റേക്കാണ്, ഇപ്പോഴും ചിലർ ചെയ്യുന്നുണ്ടായിരിക്കാം. അതായത് ഒരു കുഞ്ഞ്, ആ കുഞ്ഞിന്റെ തല മേശപ്പുറത്തൊന്ന് മുട്ടി, കുഞ്ഞ് വളരെയധികം കരയുന്നു, വേദന കൊണ്ട് കരയുന്നു. അപ്പൊ പെട്ടെന്ന് കരച്ചിൽ നിർത്താൻ വേണ്ടി അമ്മ ആരെങ്കിലും ആ മേശപ്പുറത്ത് ഒരടി കൊടുത്തിട്ട് ആ കുഞ്ഞിനെ കരച്ചിൽ നിർത്തും. അപ്പൊ കുഞ്ഞാ പെട്ടെന്ന് ആ കരച്ചിൽ നിർത്തും, മേശപ്പുറത്ത് ഒരു അടി കൊടുക്കുന്നു, അങ്ങനെ കരച്ചിൽ നിർത്തുന്നു. അങ്ങനെ കരച്ചിൽ നിർത്തുമ്പോഴുള്ള ഒരു കുഴപ്പം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ കുഞ്ഞ് വിചാരിക്കും ആ മേശയാണ് കുഞ്ഞിനെ വേദനിപ്പിച്ചതെന്ന് വിചാരിക്കും. അല്ലെങ്കിൽ ഒരു ബ്ലെയിം ഷിഫ്റ്റിംഗ് എന്ന് പറഞ്ഞൊരു കാര്യത്തിന്റെ ഒരു തറക്കല്ലിടുകയാണ്, അവിടെ പഠിക്കുകയാണ്. അതായത് എന്റെ റെസ്പോൺസിബിലിറ്റി വേറെ ആർക്കെങ്കിലുമാണ് കൊടുക്കുന്നതെന്നുള്ളത്. ഞാൻ ശ്രദ്ധിച്ച് നടക്കേണ്ട ഒരു കാര്യം അവിടെ അത് പരിഗണിക്കപ്പെടുന്നില്ല. അങ്ങനെയുള്ളൊരു കാര്യം ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പോ നമ്മൾ എന്താണോ, ഒരു വേദന വന്നു, ആ വേദന നമ്മൾ അനുഭവിക്കുക, കുഞ്ഞിനെ ആശ്വസിപ്പിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാം. അതേസമയം മേശപ്പുറത്ത് അടിച്ചുകൊണ്ട് കുഞ്ഞിന്റെ കരച്ചിൽ നിർത്തുന്നത് വളരെ അൺഹെൽത്തി ആയിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് കുഞ്ഞിന് ഫോം ചെയ്യും. മറ്റൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുഞ്ഞ് വളരെ വിഷമത്തോടു കൂടി വൈകുന്നേരം വീട്ടിൽ വന്നു. അപ്പൊ അമ്മ ചോദിച്ചു, എന്ത് പറ്റി, എന്താണ് സങ്കടപ്പെട്ടിരിക്കുന്നത്? പറഞ്ഞു, ഇന്ന് ടെക്സ്റ്റ് ബുക്ക് റീഡിംഗ് ക്ലാസ്സിൽ നടത്തിയപ്പം എല്ലാ കുട്ടികളും നല്ലപോലെ വായിച്ചു, തെറ്റുകളില്ലാതെ വായിച്ചു. ഞാൻ വായിച്ചപ്പോൾ കുറേ മിസ്റ്റേക്സ് വന്നു, കുറേ സമയം കൂടുതലെടുത്തു, കുട്ടികളെല്ലാം എന്നെ കളിയാക്കി ചിരിച്ചു, ടീച്ചർ എന്നെ വഴക്ക് പറഞ്ഞു, എനിക്കത് സഹിക്കാൻ പറ്റിയില്ല എന്ന് പറഞ്ഞു. അപ്പൊ അമ്മ, സാധാരണ രീതിയിൽ എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, അയ്യോ സാരമില്ല പോട്ടെ, അതിനിപ്പം പ്രശ്നമില്ല, കൊച്ചിന് ഞാൻ മിഠായി തരാൻ വേറെ സ്പെഷ്യൽ ഡിഷ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ ഇന്നിപ്പോ ഷോപ്പിങ്ങിന് പോവുകയാണ്, അല്ലെങ്കിൽ ഇപ്പം മോൻ നന്നായിട്ട് അല്ലെങ്കിൽ മോള് നന്നായിട്ട് വേറെ ഡാൻസ് കളിക്കുമല്ലോ, സ്പോർട്സ് ചെയ്യുമല്ലോ, അതിൽ പലർക്കും അങ്ങനെ ചെയ്യാൻ സാധിക്കില്ല, അപ്പൊ മോൻ വിഷമിക്കണ്ട എന്നൊക്കെ പറഞ്ഞിട്ടാണ്. പക്ഷെ ഇതിലും ഹെൽത്തി ആയിട്ടുള്ള ഒരു പാറ്റേൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ആ ഫീലിങ്സ് എന്താണോ അനുഭവിച്ചത് അതിലേക്കൂടി കടന്നു പോകാനായിട്ട് അനുവദിക്കുക എന്നുള്ളതാണ്. അതായത് ഈ അമ്മ പറഞ്ഞത് ഇങ്ങനെയാണ് ആ കുഞ്ഞിനോട്, അയ്യോ ശരിയാ, സങ്കടം വന്നോ, അമ്മയ്ക്കും വളരെ സങ്കടം തോന്നുന്നു, എന്ത് കഷ്ടമല്ലേ, എല്ലാവരും നോക്കി ചിരിച്ചല്ലേ, വായിക്കാൻ പറ്റാതെ ടീച്ചർ വഴക്ക് പറഞ്ഞു, എത്ര വിഷമമായിട്ടുണ്ടല്ലേ, അമ്മയ്ക്ക് അത് മനസ്സിലാക്കാൻ പറ്റുന്നു, അമ്മയ്ക്ക് സങ്കടം വരുന്നുണ്ട് എന്നുള്ള രീതിയിൽ അമ്മ പറഞ്ഞു. അപ്പോൾ ആ ഫീലിങ്സിനെ, ആ ഒരു അവസ്ഥയെ അതിൽ നിന്ന് എസ്കേപ്പ് ചെയ്യാതെ അതിലേക്കൂടി മൈൻഡ്ഫുൾനെസ്സോട് കൂടി എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുക എന്നുള്ളതാണ്. അപ്പൊ അമ്മയുടെ ഒരു പേഴ്സണൽ എക്സാമ്പിൾ പറഞ്ഞു. അമ്മ ഇന്ന് ഒരു ഡ്രൈവിംഗ് ക്ലാസ്സിന് പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ അമ്മയ്ക്ക് എന്ത് പറ്റി, അമ്മയുടെ 3 ഫ്രണ്ട്സും എടുക്കണമായിരുന്നു അമ്മയ്ക്ക്. അവർ 3 പേരും ഒറ്റ ടേക്കിൽ എടുത്തു. അമ്മ 3 ടേക്കിലും അമ്മയ്ക്ക് എടുക്കാൻ പറ്റിയില്ല. അവരുടെ മുമ്പിൽ അമ്മയ്ക്ക് ഒരു നാണക്കേടായി പോയി. അമ്മയുടെ സാർ അമ്മയെ വഴക്ക് പറഞ്ഞു, ഏറ്റവും ആദ്യം ഒന്ന് ജോയിൻ ചെയ്ത ആൾ എന്ത് കെയർലെസ് ആയിട്ടൊന്നും ശ്രദ്ധിക്കാതിരിക്കുന്നു. അമ്മയ്ക്ക് വളരെ സങ്കടമായി. അമ്മയ്ക്കും ആ ബുദ്ധിമുട്ട് അമ്മ അനുഭവിച്ചു. അപ്പൊ ഇങ്ങനെ പറയുമ്പോൾ കുഞ്ഞ് ഇതൊരു പാർട്ട് ഓഫ് ലൈഫ് ആണെന്നും റിയാലിറ്റി ഓഫ് ലൈഫ് ആണെന്നും ഇതെല്ലാവർക്കും ഏതെങ്കിലും തരത്തിൽ എക്സ്പീരിയൻസ് ചെയ്യേണ്ടി വരും എന്നുള്ള ആ ഒരു റിയാലിറ്റി ആ കുഞ്ഞിന് കുറേശ്ശെ കിട്ടുകയാണ് ചെയ്യുന്നത്. പിന്നെ അമ്മ പറഞ്ഞു, അമ്മയുടെ ഒരു ഫ്രണ്ടിനെ അമ്മ മീറ്റ് ചെയ്തു തിരിച്ചു വരുന്ന വഴിക്ക്. അപ്പൊ ആ ഫ്രണ്ട് നല്ല ഒരു ഡ്രൈവിംഗിൽ എക്സ്പെർട്ടൈസ് ഉള്ള ഒരു ഫ്രണ്ടാണ്. അപ്പൊ ഫ്രണ്ടിനോട് കാര്യം പറഞ്ഞു. ഫ്രണ്ട് ചോദിച്ചു, എന്താണ് വിഷമിച്ചിരിക്കുന്നത്? ഫ്രണ്ട് പറഞ്ഞു, നാളെ 2 ദിവസം 2 hours വെച്ച് ഞാൻ പ്രാക്ടീസ് ചെയ്യാം, എനിക്കതിൽ നല്ല സ്കില്ലുണ്ട്, പ്രാക്ടീസ് ചെയ്തു തരാം. അപ്പോൾ അമ്മ അത് ചെയ്യാൻ പോവാണ്. 2 ദിവസം കഴിഞ്ഞുള്ള ഒരു ടെസ്റ്റും കൂടിയുണ്ട്. അമ്മ അതിൽ നന്നായിട്ട് ചെയ്യുകയും ചെയ്യും. അപ്പൊ അതുപോലെ കുഞ്ഞെന്ത് ചെയ്യണം, മോൻ എന്ത് ചെയ്യണം, മോളെന്ത് ചെയ്യണം, നന്നായിട്ട്
ടെക്സ്റ്റ് ബുക്ക് റീഡ് ചെയ്യണം. നമുക്ക് എല്ലാ ദിവസവും ഒരു കാര്യം ചെയ്യാം. നമുക്ക് എല്ലാ ദിവസവും 2 നേരം ഒരു 10 മിനിറ്റ് എന്തെങ്കിലും ഒരു ടെക്സ്റ്റ് പോർഷൻ വായിക്കുക. അതൊരു ഹാബിറ്റ് ആക്കി എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വായിക്കാൻ ഈസി ആവുമല്ലോ. പിന്നെ ക്ലാസ്സിൽ വായിക്കുമ്പോൾ നമുക്ക് നന്നായിട്ട് വായിക്കാനും സാധിക്കുമല്ലോ. അപ്പൊ ആ രീതിയിൽ അപ്പൊ ഈ ഫീലിങ്സിനെ നമ്മളത് ഫേസ് ചെയ്യുക. അതിൽ നിന്ന് പെട്ടെന്ന് രക്ഷപ്പെട്ട് വേറെ രീതിയിൽ അങ്ങനെ ജമ്പ് ചെയ്യുകയല്ല ചെയ്യേണ്ടത്. അതിനെ ഫേസ് ചെയ്യാൻ തന്നെ നമ്മൾ പഠിക്കണം എന്നുള്ളതാണ്. പറ്റുന്ന അത്രയും ഫീലിങ്സിനെ. പക്ഷെ ഇവിടെ വിസ്ഡം ഉപയോഗിക്കുക. അത് ക്യാരിയിങ് കപ്പാസിറ്റി ഓഫ് ദ ഇൻഡിവിജ്വൽ, നമുക്കത് സാധിക്കുമോ എന്നുള്ളതാണ്. കുറേശ്ശെ പ്രാക്ടീസ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. ഒറ്റയടിക്കാവുമ്പോഴാണ് അത് ഒരു ഷോക്കായിട്ടൊക്കെ വരുന്നത്. അല്ലാത്ത രീതിയിൽ കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യാനായിട്ടുള്ള പ്രാക്ടീസസ് ആണ് നമുക്ക് കിട്ടുന്നത്. ഇപ്പം കമ്പനികളെല്ലാം ഇന്റർവ്യൂ ചെയ്യുമ്പം അവർ മെയിൻ ആയിട്ട് പറയുന്ന ഒരു കംപ്ലൈന്റ്, ക്വാളിഫൈഡ് ആണ്, നല്ല മാർക്കുണ്ട്, ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട്, പക്ഷെ എംപ്ലോയബിലിറ്റി ഇല്ലെന്നാണ് പറയുന്നത്. കാര്യം ആ ഒരു കാര്യത്തില് ഇതുപോലെ ആറ്റിറ്റ്യൂഡ് ഇല്ല, ഒരു ക്രൈസിസ് മാനേജ് ചെയ്യുന്ന കാര്യത്തില്, ഹോൾഡ് ഓൺ ചെയ്യുന്ന കാര്യത്തില്, ഈ കാര്യങ്ങളെല്ലാം ടെസ്റ്റ് ചെയ്യുമ്പം അവിടെ പുറകോട്ട് നിൽക്കുന്നു, പറ്റിയ ആളെ കിട്ടുന്നില്ല. പിന്നെ ഈ വക കാര്യങ്ങളെ വേറെ ട്രെയിനിങ് കൊടുത്ത് റെഡിയാക്കി എടുക്കുന്ന അവസ്ഥയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇങ്ങനത്തെ ഓരോരോ കൊച്ചു കൊച്ചു കാര്യങ്ങളിലൂടെയാണ് നമ്മൾ ലൈഫിനെ ഫേസ് ചെയ്യാൻ, നമ്മുടെ എല്ലാ ഫീലിങ്സും, നമ്മുടെ സങ്കടവും പേടിയും നമ്മുടെ വിഷമവും എല്ലാ കാര്യങ്ങളും ദേഷ്യവും എല്ലാം ജീവിതത്തിന്റെ ഭാഗം തന്നെയാണ്. അത് അപ്രോപ്രിയേറ്റ് ആയിട്ട് ആത്മധൈര്യം ചോർന്നു പോകാതെ അതിനെ അഭിമുഖീകരിക്കാൻ, അതിനെ അതിജീവിക്കാൻ, അല്ലെങ്കിൽ അതിനെ നേരിടാൻ സാധിക്കുമ്പോൾ മാത്രമാണ് നമുക്ക് സന്തോഷമായിട്ട് ജീവിക്കാൻ സാധിക്കുന്നത്. അതിന് പാരൻസിനും ടീച്ചേഴ്സിനും വലിയൊരു റോളുണ്ട്. പാരൻസും ടീച്ചേഴ്സും നല്ല ക്വാളിറ്റിയോട് കൂടെ അവരുടെ റോള് നിർവഹിച്ചാൽ ഇത് ഈസി ആയിട്ട് നടക്കുന്നതാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്റ്റേഷനറി ആയിട്ടുള്ള ഒരു റോഡിലെ ഒരു വണ്ടിക്ക് സുഖമായിട്ട് മൂവ് ചെയ്യാൻ പറ്റുള്ളൂ. റോഡ് സ്റ്റേബിൾ ആയിട്ടിരിക്കണമല്ലോ, എന്നാലല്ലേ വണ്ടി നന്നായിട്ട് പോകാൻ പറ്റുള്ളൂ. ക്വാളിറ്റിയോട് കൂടി ജീവിക്കാനുള്ള അവകാശം നമുക്ക് എല്ലാവർക്കും ഉള്ളതാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാപ്പിനെസ് ഈസ് അവർ ബർത്ത് റൈറ്റ്. മൈൻഡ് ബ്യൂട്ടി ഇനി മറ്റൊരു വിഷയമായി അടുത്ത എപ്പിസോഡിൽ. എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ.